പിണറായി വിജയൻ്റെ മകളുമായിട്ടുള്ള സാമ്പത്തിക കുറ്റാരോപണത്തിൻ്റെ രണ്ടാം ഘട്ട അന്വേഷണം വളരെ ഊർജിതമായി ED ഉദ്യോഗസ്ഥർ 8 കേന്ദ്രങ്ങളിലായി റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കഴിഞ്ഞ മാസം ഉണ്ടായ റെയ്ഡ് നമ്മളെല്ലാവരും കണ്ടു. അന്ന് വീണ ജോർജ് എന്ന് പറയുന്നത് വീണ കണ്ടിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡ് സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന കാർ ആക്രമിക്കുകയും 10-30ഓളം CPM ഗുണ്ടകൾ പിടിക്കപ്പെട്ട് ജയിലിൽ പോയിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അവർക്ക് പലർക്കും ഇന്നും ജാമ്യം കിട്ടാതെ അഴിക്കുള്ളിൽ കിടക്കുകയാണ്. അന്നത്തെ ആ റെയ്ഡിൽ വീണയുടെ പല രേഖകളിൽ നിന്നും കണ്ടെത്തിയ പല പുതിയ പേരുകളും ഒക്കെ ഇന്ന് അന്വേഷണ വിധേയമായിട്ടാണ് ഉദ്യോഗസ്ഥർ ഇറങ്ങിയിരിക്കുന്നത്. അത് വീണയുടെ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ പല ബന്ധുക്കളുടെ വീടുകളും പാർട്ടി നേതാക്കളുടെ വീടുകളും ഒക്കെ ഇന്ന് റെയ്ഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായി കിട്ടിയ വിവരങ്ങൾ. ഇതിൽ വളരെയധികം ശക്തമായിട്ട് ഇപ്പോൾ, അതായത് സത്യത്തിൽ അന്നത്തെ അന്വേഷണത്തോടെ കുറ്റപത്രം കൊടുക്കാൻ പോവുകയായിരുന്നു ഉദ്യോഗസ്ഥർ. അപ്പോഴാണ് ഈ ആക്രമണവും ഒക്കെ ഉണ്ടായി അത് അവിടെ പെൻഡിങ്ങിൽ വന്നത്. ആ സമയത്ത് അതിന് ശേഷം ഈ CMRL കമ്പനിയുടെ ഉടമ കർത്ത തന്നെ ആ സത്യം വിളിച്ചു പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരോട്. അതായത് വീണ കണ്ടിക്ക് കൊടുത്ത പൈസ യാതൊരു വർക്കും ചെയ്തതിനല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് ഇപ്പോൾ വീണയ്ക്ക് വലിയ പണിയായി മാറിയിട്ടുണ്ടാവും. വീണ കള്ളരേഖകൾ ഉണ്ടാക്കിയിട്ടാണ് പൈസ വാങ്ങിയിരുന്നത്. അതായത് അവിടെ കർത്തായുടെ CMRL കമ്പനിയിലെ അടിച്ചോരൽ, അതായത് ഓഫീസ് അടിച്ചോരൽ, കമ്പ്യൂട്ടർ തുറക്കലൊക്കെ ചെയ്യുന്നതിനുള്ള പൈസയാണ് ഈ കോടിക്കണക്കിന് രൂപ കർത്ത കൊടുത്തിരുന്നതെന്ന് നമ്മൾ അന്നേ അത് കേട്ടപ്പോൾ ചിരിച്ച് എല്ലാവരും ഇതായതാണ്. അതായത് കമ്പ്യൂട്ടർ തുറക്കാൻ പൈസ ഒക്കെയാണ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ രേഖകൾ ഉണ്ടാക്കിയത്. അതിനാണല്ലോ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കി വെച്ചു. കമ്പനി അവിടെ സർവീസ് കൊടുക്കുകയാണ്. എന്താ സർവീസ്? കമ്പ്യൂട്ടർ തുറക്കുക, അവിടെ ഓഫീസൊക്കെ അടിച്ചു വാരുക, അതൊക്കെ ആയിരിക്കും സർവീസ്. അതിനാണ് കർത്ത ഇത്രയും പൈസ കൊടുത്തത്. ഇപ്പോൾ കർത്ത സത്യം പറഞ്ഞു, അതിനൊന്നുമല്ല പൈസ കൊടുത്തത്, നിങ്ങൾ കർത്ത കാര്യം പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കരിമണൽ കോരി കൊണ്ടുപോകാനുള്ള പെർമിറ്റ് കള്ളത്തരത്തിൽ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചു? അത്ര തന്നെയുള്ളൂ. ഇതിപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ കരിമണൽ കോരിക്കൊണ്ടുപോകാൻ ഈ വീണയുടെ അച്ഛൻ മാത്രമല്ല പെർമിറ്റ് കൊടുത്തിട്ടുള്ളൂ എന്നുള്ള ഒരു ദുഃഖസത്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ പഴയ കാലങ്ങളൊക്കെ എടുത്തുകൊണ്ട് അന്വേഷണത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഇന്നത്തെ മന്ത്രിസഭയിലുള്ള പല മന്ത്രിമാരും അകത്ത് പോകേണ്ടി വരും. കാരണം ഇവിടെ മാറി മാറി ഭരിച്ചവരൊക്കെ തന്നെ ഈ കൊല്ലം ആലപ്പുഴ തീരങ്ങളിലെ ഈ കരിമണൽ കോരിക്കൊണ്ടുപോകാൻ എല്ലാ ആസൂത്രണങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിയമപരമായിട്ട് കരിമണൽ കോരാൻ പറ്റില്ലെങ്കിലും കള്ളത്തരത്തിൽ ഈ കരിമണൽ കോരിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റേതായ കള്ളത്തരം അവിടെ നടക്കുന്നുണ്ട്. ദിവസവും അവിടെ നിന്ന് കരിമണൽ കയറി പോകുന്നുണ്ട്. ഈ കൊല്ലത്ത് നിന്നാണ് കയറി പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സംസാരവും കാര്യങ്ങളും, അതായത് നമ്മൾ കണ്ടില്ലേ ശബരിമലയിൽ സ്വർണം കട്ടു, അങ്ങനെ പലതും കട്ടു. ആ കട്ടത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞു. BJPക്കാർ പറഞ്ഞു, കോൺഗ്രസ്സുകാർ പറഞ്ഞു, UDFകാർ പറഞ്ഞു. ഇലക്ഷൻ സമയത്ത് ഒരു പാരഡി തന്നെ ഇറക്കി, സ്വർണം കട്ടവൻ ആരപ്പ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടിറക്കി. എന്നിട്ട് വോട്ട് പിടിച്ചു. BJPക്കാർക്കല്ല കിട്ടിയത്, വോട്ട് മുഴുവൻ ഇവർക്ക് തന്നെ കിട്ടി. അതന്ന് സ്ത്രീ പ്രവേശനമായിട്ടും സമരവും അടിയും കുത്തും കേസൊക്കെ BJPക്കാർക്കാണ്. പക്ഷേ വോട്ട് മുഴുവൻ കോൺഗ്രസ്സുകാർക്ക് അന്നും കിട്ടിയത്. അതേമാതിരിയാണ് ഇപ്പോൾ സ്വർണം കട്ടപ്പോഴും ഉണ്ടായത്. വോട്ട് മുഴുവൻ കോൺഗ്രസ്സുകാർക്ക് കിട്ടി. പക്ഷേ കസേര കയറി ഇരുന്ന്, അതായത് ഈ സ്വർണം കട്ടവൻ ആരപ്പ എന്ന പാരഡി പാടുമ്പോൾ അതേ പാട്ട് പാടുന്നവരുടെ മന്ത്രി ശിവകുമാർ, അയാളുടെ ഏട്ടനും കൂടിയിട്ട് ശബരിമലയിൽ നിന്ന് കട്ട കഥ അവിടെ നിലനിൽക്കുകയാണ്.
ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നൊരു വിഷയമല്ല ഇവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുക, ആരാണ് തോന വാരി എറിയണത് അപ്പോൾ അവന് കൂടുതൽ ഗുണം കിട്ടും. ഇതൊക്കെയാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഇവർ രണ്ടുപേരും ഒറ്റ സംഭവമാണ്. രസം ഇപ്പോൾ ഈ സ്വർണം കാട്ടവൻ ആരപ്പാന്നൊക്കെ പാടിയിട്ട് ഈ കസേര കയറിയിരുന്നു. ഈ 2 മാസം കൊണ്ട് ശബരിമലയിലെ നെയ്യ് കുംഭകോണം പുറത്തു വന്നു. അപ്പം എന്തേ ഇവരല്ലേ ഭരണത്തിൽ വന്ന്? ശബരിമലയിൽ ഒരു കള്ളത്തിലുണ്ടാവാൻ പാടില്ലല്ലോ. എന്താ അവർക്ക് നിർത്താൻ പറ്റാഞ്ഞ്? അപ്പം ഇതൊക്കെ വരുന്നത് കക്കാൻ തന്നെയാണ്, അല്ലാതെ വേറെ ഒരു ഉദ്ദേശമില്ല. ഈ നാട് നന്നാക്കണമെന്നോ നാട്ടിലെ ജനങ്ങളെ ഒന്നുമില്ല. ഇപ്പോൾ 2 മാസം കൊണ്ട് 10,500 കോടി കടമെടുത്തു. ഇപ്പോൾ ഓണം ആഘോഷിക്കാൻ വിലസാൻ വേറെ ഒരു സ്പെഷ്യൽ 2,200 2,500 കോടി വേറെ എടുത്തു. അതായത് ഈ ഡ്രസ്സും ഒക്കെ വാങ്ങാനായിരിക്കും. അപ്പോൾ ഓണാഘോഷം പറഞ്ഞാൽ എന്താ? ഇതാണ് ഇന്ന് കേരളം ഭരിക്കുന്നവരുടെ അവസ്ഥ. പിന്നെ ഇലക്ഷൻ്റെ മുന്നേ മംഗലാപുരത്ത് പോയ കഥയൊക്കെ ഇന്നലെ കേട്ടൂല്ലോ എല്ലാവരും ദിവസവും മീഡിയയൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഇന്ന് ഈ വീണ തായ്ക്കണ്ടിയുടെ വീട്ടിൽ നടക്കുന്ന വീണയുടെയും ഇപ്പോഴത്തെ ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും ഒക്കെ കുടുംബക്കാരുടെയൊക്കെ വീടുകളിൽ അതിശക്തമായ റൈഡ് നടക്കുകയാണ്. പലതരം പേരുകൾ കിട്ടിയിട്ടുണ്ട്, പലതരം ഫോൺ നമ്പറുകൾ കിട്ടിയിട്ടുണ്ട്, പാർട്ടി നേതാക്കളെ ഒക്കെ റൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പൈസ കൊടുത്ത കർത്ത ഓപ്പണായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ശക്തമായ തെളിവുകളാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വലിയ ഒരു കുറ്റപത്രം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയിട്ട് അടുത്ത് തന്നെ കോടതിയിൽ കൊടുക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇവിടെ ഈ നമ്മുടെ നാടായ കാരണം ഈ കാശുള്ളവൻ്റെയും രാഷ്ട്രീയക്കാരൻ്റെയും ഒരു കേസും തെളിയിക്കപ്പെടില്ല. എന്ത് കള്ളത്തരം ചെയ്താലും, എന്ത് തെണ്ടിത്തരം ചെയ്താലും, എന്ത് കൊലപാതകം ചെയ്താലും പൈസ ഉണ്ടായാൽ മതി. അത് വളച്ചൊടിച്ച് വേറെ വഴിക്ക് വിടാൻ കഴിവുള്ള വക്കീൽമാരും കോടതിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത് കാരണം ഇവിടെ തന്നെ അറിയാലോ, ഈ വീണയുടെ അച്ഛൻ പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസ് എന്നും മാറ്റിക്കും. അത് പുറത്തേക്കേ എടുക്കില്ല. എത്ര കൊല്ലായി. അപ്പോൾ അതാണ് നമ്മുടെ സംവിധാനം, നീതിന്യായ കോടതിയിലെ സംവിധാനം. അതിങ്ങനെ മാറ്റി വെച്ച് കൊണ്ടുപോകാൻ പറ്റും. അതിന് കുറച്ച് പൈസ ഇറക്കണം, ഒരിക്കലും അതിൻ്റെ വിചാരണ വരില്ല. അതുപോലെ തന്നെ ആയിരിക്കും ഇതും ഒക്കെ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. തെളിവുകളൊക്കെ ഉണ്ടാക്കും, കുറ്റപത്രം ഉണ്ടാക്കും, കോടതി കൊടുക്കും, പിന്നെ അത് അടിയിലേക്കാണ് പോവും. ഒരിക്കലും വിസ്താരം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കുറച്ച് പൈസ പോവും. അതിനെന്താ പൈസ പോയെന്താ? അത്രയ്ക്ക് കോടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ 2 ജന്മം കഴിഞ്ഞിട്ട് വന്നോണ്ടിരുന്ന അപ്പോഴേക്കൊക്കെ മണ്ണടിഞ്ഞ് പോവില്ലേ? പിന്നെ മക്കളുടെ പേരിലേക്കൊന്നും ഈ കേസ് പോവില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കക്കുന്നത്. അവർ കട്ട കേസ് മക്കളുടെ മക്കളുടെ തലയ്ക്കൊന്നും വരില്ല. അവരുള്ളപ്പോൾ മാത്രം, അതായത് ഈ ചരിത്രത്തിൽ ആകെ ഒരു രാഷ്ട്രീയക്കാരനെ കുറച്ച് ദിവസം ജയിലിൽ കിടന്നിട്ടുള്ളൂ, ആർ ബാലകൃഷ്ണ പിള്ള. വേറെ ഇവിടെ ആരാണ് ജയിലിൽ കിടന്ന് നമുക്കറിയില്ലേ? നമ്മുടെ എറണാകുളത്തെ ആ പാലം ഇബ്രാഹിം കുഞ്ഞ്, അദ്ദേഹം മരിച്ചുപോയപ്പോൾ ഒന്നും പറയണ്ട. പക്ഷേ ആ പാലം അങ്ങനെ കട്ടതിനുള്ള പാരിതോഷികമാണ് മകൻ ജയിച്ച് ഇപ്പം തന്നെ മന്ത്രിയായി. ഇവിടെ സീനിയേഴ്സായിട്ട് എത്ര ആൾക്കാരാണ് ഇരിക്കുന്നത് മുസ്ലിം ലീഗിൽ? പാവങ്ങൾ തുപ്പും അടിയും കൊണ്ടിട്ട് MLA സ്ഥാനവും കിട്ടിയിട്ടില്ല, മന്ത്രി സ്ഥാനവും കിട്ടിയിട്ടില്ല. എന്ത് കെയറഫാണ് ഈ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ പെട്ടെന്ന് വന്ന്, എത്ര വയസ്സ്, 20 വയ്ക്കാറില്ല വയസ്സ് എത്രയെന്ന്, പെട്ടെന്ന് ആ ഇലക്ഷൻ നിൽക്കണു, ജയിക്കണു, നേരെ മന്ത്രിയാണു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ പൊളിറ്റിക്സ്. അപ്പോൾ രാഷ്ട്രീയക്കാരൻ ശിക്ഷിക്കപ്പെടാൻ പോണില്ല. അവന് കാശ് കയ്യിലുണ്ട്, കട്ട കാശുണ്ട്. അതിലെ ഒരു ചെറിയ പൈസ എടുത്തിട്ട് ആ സംവിധാനത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ കേസ് ഇങ്ങനെ നീണ്ടുപൊക്കോളും. വിസ്തരിക്കലും ഉണ്ടാവില്ല, ശിക്ഷിക്കലും ഉണ്ടാവില്ല. ഇതാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ശരിയായ അവസ്ഥ. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, ED ഉദ്യോഗസ്ഥർ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കൊള്ള, ഈ കൈക്കൂലി പുറത്ത് കൊണ്ടുവരണം. പക്ഷേ
അത് മാത്രം കൊണ്ടുവന്നാൽ പോരാ, അതിന് മുന്നേ നടത്തിയ എല്ലാ കൈക്കൂലിയും കരിമണലുമായി ബന്ധപ്പെട്ടത് കൊണ്ടുവരാൻ ഈ ഉദ്യോഗസ്ഥരും ഇപ്പോഴുള്ള ഭരണവും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം. ഒരു കാര്യമുണ്ട്, നമ്മുടെ ഊർജമുണ്ടാക്കേണ്ട തോറിയമടങ്ങിയ ഈ കരിമണൽ ഇനി കയറ്റിക്കൊണ്ടുപോകാൻ അനുമതി കൊടുക്കരുത്. അത് നമുക്ക് തന്നെ ആവശ്യമുണ്ട്. നമ്മുടെ ഖനനത്തിനായി ഇത് ഉപയോഗിക്കണം. അതവിടെ ഇരുന്നോട്ടെ, സേഫ്റ്റി ആയിട്ട് സ്റ്റോർ ചെയ്തോട്ടെ. ഒരിക്കലും കരിമണൽ ഖനനം നടത്താൻ കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൊടുക്കരുത്.